വിശുദ്ധ ബൈബിൾ ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തതയിൽ സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗം പറയുകയായിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ദൈവസ്നേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അമ്മയേക്കാൾ അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന്. രണ്ടാമതായി പറഞ്ഞത്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല പിതാവ് മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല, അതെല്ലാം ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, എനിക്കെങ്ങനെ ഈ സ്നേഹം അനുഭവിക്കാനായി പറ്റും? അല്പനേരത്തെ മൗനത്തിന് ശേഷം ഞാൻ പറഞ്ഞു, അതിന് ബൈബിൾ വളരെ വ്യക്തതയിൽ ഉത്തരം പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നീ ശക്തി പ്രാപിക്കും, ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവസ്നേഹം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാനായി സാധിക്കുകയില്ല. ഞാൻ ആ വ്യക്തിയോട് അയാളുടെ ആത്മാർത്ഥത മനസ്സിലാക്കി എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ വൈദികനായി പഠിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിക്കാറുണ്ട്. വിശുദ്ധന്മാർക്കുണ്ടായ അനുഭവങ്ങൾ, ഞാൻ വായിച്ചു കേട്ട ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ. എന്നാൽ ഓരോ പ്രാവശ്യം ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു ശൂന്യത തോന്നുമായിരുന്നു. എനിക്കൊരിക്കലും ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായി പറ്റിയിട്ടില്ലല്ലോ. ഞാൻ അനുഭവിക്കാത്തൊരു കാര്യമാണല്ലോ മറ്റുള്ളവരോട് നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനം പോലെ എടുത്തു, ഇനി വൈദികനാകാനായിട്ട് 2 വർഷമേ ബാക്കിയുള്ളെങ്കിലും വൈദികനാകുന്നതിന് മുമ്പ് എന്താണ് ഈ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് വ്യക്തിപരമായി അനുഭവിച്ച് അറിയണം. അതിനുവേണ്ടി ഞാനൊരു ധ്യാനം കൂടാനായിപ്പോയി അവധിക്കാലത്ത്. അതൊരു കരിസ്മാറ്റിക് ടൈപ്പ് ധ്യാനമായിരുന്നു. ധാരാളം പേർ വന്ന് അവർക്കുണ്ടായ പല അനുഭവങ്ങളും, രോഗശാന്തിയുടെ കാര്യവും സാമ്പത്തിക അനുഗ്രഹവും എല്ലാം പറഞ്ഞു. അതിനിടയ്ക്ക് എനിക്കൊരു സത്യം മനസ്സിലായി, ദൈവസ്നേഹം അനുഭവിക്കാനായി ഒരാൾക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് അയാളുടെ മേൽ വരുമ്പോഴാണ്. ധ്യാനത്തിൽ കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എനിക്ക് ദൈവസ്നേഹ അനുഭവം തരണമേ. ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഞങ്ങൾ ധ്യാനിപ്പിച്ച വൈദികനും മറ്റ് വൈദികരും ചേർന്ന് ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പലർക്കും പല രീതിയിലുള്ള സ്നേഹാനുഭവവും സന്തോഷമൊക്കെ ഉണ്ടായി അവരവരുടെ സാക്ഷ്യം പറഞ്ഞു. എന്നാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ധ്യാനം കഴിഞ്ഞ് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മനഃശങ്കയുമായിട്ടാണ് ഞാൻ എൻ്റെ സെമിനാരിയിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്രയേറെ ആഗ്രഹത്തോടു കൂടെ ഒരു ധ്യാനം കൂടാനായിപ്പോയി, ദൈവസ്നേഹം എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ എനിക്കത് ലഭിച്ചില്ലല്ലോ. മറ്റു പലരും വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവർ വീട്ടിൽ നിന്നൊക്കെ മാറി അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് കുറച്ച് ദിവസം ഒന്ന് ശാന്തമായിരിക്കുമ്പോൾ തോന്നിയ എന്തോ ഒരു ആനന്ദ അനുഭവമായിരിക്കണം ഇവർ പറഞ്ഞത്.
ഇങ്ങനെ യഥാർത്ഥമായൊരു സ്നേഹാനുഭവം ഉണ്ടെങ്കിൽ ഇത്രയേറെ ദാഹത്തോടു കൂടെ പോയി എനിക്ക് അത് ലഭിക്കേണ്ടതല്ലേ? ധ്യാനം കഴിഞ്ഞ് 2-ാം ദിവസം എൻ്റെ മുറിയിൽ ഞാൻ രാത്രി വിശ്രമത്തിന് വേണ്ടി ഒരുങ്ങുന്നു. അക്കാലത്ത് പതിവുള്ളതുപോലെ കട്ടിലേലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ദൈവാനുഭവം തരണമേ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു പ്രലോഭനം പോലെ ഒരു ചിന്ത കടന്നു വരികയാണ്. എത്ര നാളായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പണ്ടേ ഇത് ലഭിക്കേണ്ടതല്ലേ? ആ ചിന്ത മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ പെട്ടെന്ന് ഏതോ ഒരു പ്രകാശം നിറയുന്നത് പോലെ എനിക്ക് തോന്നി. വളരെ ശക്തിയുള്ളൊരു പ്രകാശം, അതിൽ നിന്നൊരു ഭാഗം എൻ്റെ മനസ്സിലും ഹൃദയത്തിലുമൊക്കെ നിറയുന്നത് പോലെ ഒരു അനുഭവം. അറിയാണ്ട് ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞങ്ങനെ ഒഴുകുന്നു. ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ആനന്ദാനുഭവം. ഞാൻ അറിയാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ദൈവസ്നേഹ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. ആ ദിവസങ്ങളിൽ പഠിച്ചൊരു പാട്ട് ഞാൻ അറിയാതെ ഇങ്ങനെ പാടാൻ തുടങ്ങി. ഹാ ആനന്ദമേ, എന്തൊരു ആനന്ദമേ. എത്ര മിനിറ്റ് നേരമാണെന്ന് എനിക്കറിഞ്ഞുകൂടെ. ഏതാനും സമയം അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ രാത്രിയിൽ ഉറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ എൻ്റെ ചുറ്റുപാടുകളെല്ലാം വളരെ വ്യത്യസ്തമായൊരു രീതിയിൽ എനിക്ക് തോന്നി. എല്ലാത്തിനോടും ഏതോ ഒരു പ്രത്യേക സന്തോഷകരമായൊരു സ്നേഹം. കുറേ നാളത്തേക്ക്, കുറേ ദിവസത്തേക്ക് എന്തോ എന്നിൽ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. ക്രമേണ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, എൻ്റെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസം ഈ അനുഭവം വഴി ഉണ്ടായെന്ന്. എൻ്റെ പെട്ടെന്നുള്ള ദേഷ്യ സ്വഭാവം മാറിക്കിട്ടി. എന്നിൽ എവിടെയോ കിടന്നിരുന്ന ഒരു ദുഃഖഭാവം എന്നിൽ നിന്ന് മാറാനായി ആരംഭിച്ചു. എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു ലക്ഷ്യബോധം കിട്ടി. എൻ്റെ പഠനകാര്യങ്ങളിൽ പിന്നീട് വ്യത്യാസമുണ്ടാകുകയാണ്. പിന്നീട് ഞാൻ തിയോളജിയും മറ്റുമൊക്കെ പഠിച്ച് പൂർത്തിയാക്കുന്നത് ഫസ്റ്റോ സെക്കൻഡോ റാങ്ക് വാങ്ങിച്ചുകൊണ്ടാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റുകയാണ്. ഈ ദൈവസ്നേഹ അനുഭവം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. പിന്നീട് ചെറിയ തോതിൽ മറ്റു പലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഈ അനുഭവം തുടിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇത് അച്ഛനുണ്ടായൊരു അനുഭവമാണ്. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ധ്യാനം കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ ഈ അനുഭവം ലഭിക്കും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ചോദ്യവുമായി പലരും യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. എപ്പോഴെനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും? അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായി പറഞ്ഞു, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതുവരെ കാത്തിരിക്കുക, നിങ്ങൾ പുതിയ മനുഷ്യരായി മാറും. ബൈബിളിൽ വ്യക്തികൾ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പുതിയ വ്യക്തികളായി മാറിയ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ക്രിസ്ത്യാനികളെ കൊന്നു കിടന്നിരുന്ന സാവൂൾ എന്ന പേരായ ചെറുപ്പക്കാരൻ ഈ പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ പോളായിട്ട് മാറുകയാണ്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് ബൈബിൾ നാമുമായി പങ്കുവയ്ക്കുന്നത്. ഒരാളിൽ ഈ ദൈവസ്നേഹ അനുഭവം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള മാർഗം എന്താണ്? ദൈവസ്നേഹ അനുഭവം ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് അയാൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാനായിട്ട് പറ്റും. യേശുക്രിസ്തു അതിനൊരു മാനദണ്ഡം പറഞ്ഞു തന്നിട്ടുണ്ട്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവാണ് വൃക്ഷം. ഈ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, കരുണ ഇവയൊക്കെയാണ്. നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് ഈ ശാന്തതയും സ്വസ്ഥതയും ദയയും കരുണയുമെല്ലാം നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മിൽ ദൈവസ്നേഹത്തിൻ്റെ ചില അടയാളങ്ങളുണ്ട് എന്നതിന് ഒരു ഉറപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റ് പലരും നമ്മിലുള്ള ദൈവസ്നേഹ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം ഇത് തന്നെയാണ്. നാം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും
അല്പം പോലും ശാന്തതയില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, ക്ഷമിക്കാൻ പറ്റാത്തൊരു പെരുമാറ്റ രീതിയാണ് നമ്മിലുള്ളതെങ്കിൽ തീർച്ചയായും അവർക്കും ഒരു സംശയം തോന്നും, ഈ വ്യക്തി ദൈവസ്നേഹ അനുഭവത്താൽ നയിക്കപ്പെടുന്ന ഒരാളാണോ, ബൈബിൾ പറയുന്ന ലക്ഷണങ്ങളൊന്നും ഇയാളിൽ കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അവരിലും ഉണ്ടാകും. ഈ ദൈവസ്നേഹ അനുഭവത്തിൽ നിലനിൽക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏതൊരു സ്നേഹബന്ധത്തിൽ നിലനിൽക്കാനായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അനുഭവത്തിൽ നിലനിൽക്കാനും ഞാൻ ചെയ്യേണ്ടത്. ദൈവവുമായി കൂടുതൽ സമയം ചെലവഴിക്കാനായി ശ്രമിക്കുക, അനുദിന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, എൻ്റെ സമ്പത്തിൻ്റെ 10-1 മാറ്റിവെച്ച് ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക, അന്യായമായ കാര്യങ്ങൾ ഒരിക്കലും മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നമ്മെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ശുദ്ധതയുള്ള, സ്നേഹമുള്ള, മാന്യതയുള്ള ഒരു ജീവിതം, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു ജീവിതം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുന്നൊരു ജീവിതം, അതുവഴിയാണ് നമുക്ക് ഈ സ്നേഹാനുഭവത്തിൽ നിലനിൽക്കാനായി സാധിക്കുന്നത്. ദൈവസ്നേഹമാണ് എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാനായി പറ്റുമെന്ന് ബൈബിൾ പറയുന്നു. ഈ സ്നേഹത്തിൽ നിലനിൽക്കാനായി പറ്റുമെന്ന് നമുക്ക് പറയുന്നു. ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരനുഭവം പങ്കുവച്ചുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തെ വിശദമാക്കാനായി ശ്രമിച്ചത്. എന്നാൽ എനിക്ക് തന്നെ അംഗീകരിക്കേണ്ടി വരുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലുണ്ടാകുന്ന ഈ അനുഭവത്തിൽ എപ്പോഴും നിലനിൽക്കണമെന്നില്ല. അശ്രദ്ധ കൊണ്ടോ പ്രാർത്ഥനാ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ കൊണ്ടോ ഈ അനുഭവത്തിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു വന്നെന്നിരിക്കാം. എന്നാൽ വീണ്ടും നാം ശ്രദ്ധാപൂർവം ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ അനുഭവത്തിൽ വീണ്ടും നമുക്ക് വളരാനായി സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായി എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.